ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 25ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്, അമ്മയിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. നേരിയ തോതിലുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ ഡോക്ടറെ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വിസിറ്റിൽ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പും അതുപോലെ കുഞ്ഞ് ഏത് പൊസിഷനിലാണ് കിടക്കണേ എന്നുള്ളതൊക്കെ ഡോക്ടേഴ്സ് പരിശോധിക്കുന്ന ഒരു സമയമാണിത്. ഈ ആഴ്ചയിൽ കുഞ്ഞിന് ഒരു 13.6 ഇഞ്ച് നീളവും അതുപോലെ ഒരു 650 ഗ്രാം ഭാരവും ഉണ്ടാവും. ഏതാണ്ട് താരതമ്യപ്പെടുത്തി പറയാന്നുണ്ടെങ്കിൽ വലിയൊരു വാഴച്ചുണ്ടിൻ്റെ അല്ലെങ്കിൽ ചില സ്ഥലത്ത് വാഴക്കൂമ്പെന്ന് പറയും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് കൊടപ്പൻ എന്ന് പറയും. അപ്പോൾ വലിയൊരു കൊടപ്പൻ്റെയൊക്കെ വലിപ്പത്തിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ടാവും. നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അമ്മയിൽ ഗർഭകാലത്ത് മൂത്രാശയ അണുബാധ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ കണ്ടുവരുന്ന ഒരു സമയമാണിത്. പ്രഗ്നൻസി ടൈമിൽ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ കോമൺ ആണ്, പക്ഷെ എന്നാലും നമ്മളത് മാക്സിമം വരാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഡോക്ടർ കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറയും എന്തായാലും യൂറിൻ. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പാലിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കുഞ്ഞ് മൂത്രനാളിയുടെ ഭാഗത്തായിരിക്കും സമ്മർദ്ദം കൂടുതൽ ചെലുത്തുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂത്രതടസ്സം ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം. അതെപ്പോഴും അല്ല, ചില സമയത്തൊക്കെ അതൊരു മൂത്രാശയ അണുബാധയാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. പക്ഷേ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഡോക്ടറിനെ കണ്ട് ഡോക്ടർ അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ മെഡിസിനോ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാൻ പാടുള്ളൂ. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വെറുതെ മരുന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. നമുക്ക് ഏറ്റവും പറ്റിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെലിവറി അല്ല പ്രഗ്നൻസി ടൈമിൽ നല്ലപോലെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ലപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ട്. വെള്ളം നല്ലപോലെ കുടിക്കണം എന്ന് തന്നെ വീണ്ടും വീണ്ടും പറയണം. പിന്നെ ഈ 25ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അമ്മമാർക്ക് കുറച്ച് ഹെൽത്തും അതുപോലെ നിങ്ങളുടെ ബോഡിയും ഒക്കെ കുറച്ചും കൂടിയും മെച്ചപ്പെട്ട് വരുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ വണ്ണമൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടാവും, കുറച്ച് മുഖമൊക്കെ ഒന്ന് തിളങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മുൻപുള്ളതിനേക്കാളും കുറച്ചും കൂടിയും നിങ്ങളോട് തന്നെയുള്ള ഇഷ്ടം കുറച്ച് കൂടിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തു പോയി പങ്കാളിയുടെ കൂടെ പുറത്തു പോയി അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാനും ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാനുള്ള ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് അത് മാക്സിമം എൻജോയ് ചെയ്യുക. നമുക്കിനി കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും ഇടയിൽ ചെറിയ ചെറിയ രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ രക്തം നിറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് അല്പം പിങ്ക് നിറത്തിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്കത് കാണാൻ പറ്റില്ല, സ്കാനിങ് ചെയ്യുന്ന ഡോക്ടേഴ്സിനായിരിക്കും മിക്കതും അത് അറിയാൻ പറ്റുക. എന്നാലും ഇപ്പോൾ ഈ പ്രായത്തിലൊക്കെ ജനിക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിങ്ക് പൊട്ടിയാണ് ജനിച്ചത് എന്നൊക്കെ പറയും. അതിനുള്ള കാരണം ഇതാണ്, കുഞ്ഞിൻ്റെ ശരീരത്തിൽ നല്ല രീതിയിൽ ചോര ഓടുന്നുണ്ട് എന്നാണ് അതിൻ്റെ കാരണം. പിന്നെ ഇത്രയും നാള് നമ്മുടെ കുഞ്ഞിൻ്റെ വായിൽ കൂടിയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ശ്വാസകോശത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ആഴ്ചയിൽ ചെവിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ പുറത്ത് നടക്കുന്ന ശബ്ദത്തോടൊക്കെ കുഞ്ഞ് പ്രതികരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പാർട്ട്ണർ വന്നിട്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ വന്നിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞ് ഗർഭിണി ആയിരുന്ന ആദ്യത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ വന്ന് ആ ഒരു ടൈം മുതൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റിയതും കേൾക്കാൻ തുടങ്ങിയതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആ കുഞ്ഞ് ചിലപ്പോൾ അനങ്കൽ കൂടുതലായിരിക്കും. പിന്നെ ഒരു ചേട്ടൻ അല്ലെങ്കിൽ കുഞ്ഞിന് ചേട്ടനോ ചേച്ചിയോ നമുക്കൊരു മൂത്ത മോനോ മോളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്ത് വന്ന് കളിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഉള്ളിൽ സന്തോഷം, അതുപോലെ അവരും സൗണ്ടിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ കുഞ്ഞിൻ്റെ മാനസിക വളർച്ച കുറച്ച് നല്ലതാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ക്ലാസിക്കൽ മ്യൂസിക്സ്, അതുപോലെ മെലഡികൾ, ലളിതഗാനം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പാട്ടുകൾ നമ്മൾ കേൾക്കുകയെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ മാനസിക വളർച്ചയ്ക്ക് നല്ലതാണെന്ന് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ. സാധാരണ കേസിൽ ഈ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ശാരീരികാവസ്ഥയൊക്കെ നല്ലപോലെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടാവും ഗർഭിണിയുടെ.
അതുപോലെ തന്നെ ഒരു ഹൃദയവും അതുപോലെ ശ്വാസകോശമൊക്കെ ഒരു 50% കൂടുതൽ പണിയെടുക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ കുഞ്ഞിന് വേണ്ടി കുഞ്ഞിന് ആവശ്യമുള്ളതും കൂടി നമ്മുടെ ശരീരം തന്നെ പണിയെടുക്കണമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ മുന്ന് പ്രവർത്തിച്ചതിനേക്കാളും ഒരു 50% കൂടുതൽ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവാം. പിന്നെ ഗർഭിണിക്ക് നടുവേദനയും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അലട്ടി എന്ന് വരാം. നമ്മളെപ്പോഴും ഒരു നല്ല ഒരു ശരീരത്തിൻ്റെ പോസ്റ്റർ നമ്മളെപ്പോഴും ഒരു ഗുഡ് പോസ്റ്ററിൽ നമ്മൾ നിലനിർത്താമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറയും. പിന്നെ അതുപോലെ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയ ചെറിയ വേദനയ്ക്കൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഫ്ലൂയിഡിൻ്റെ നില നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കൂടുതൽ വിയർക്കുന്നത് ഒരു സാധാരണയായിട്ടുള്ള കാര്യമാണ്. പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഒരു പ്രൊജസ്ട്രോൺ എന്നാണ് പറയണേ. ആ പ്രൊജസ്ട്രോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കൂടും. നമ്മൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ്, അത് വേറെ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ആ ഒരു പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടുന്നത് കൊണ്ട് തന്നെ ദഹനക്കുറവ് നമ്മുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ദഹനക്കുറവ് മാത്രമല്ല, നേരിയ തോതിലുള്ള നെഞ്ചെരിച്ചിലും അസിഡിറ്റിയും അതൊക്കെ ഇതിനൊരു കാരണമാണ്. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഇതിനൊക്കെ ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാമെന്നുള്ളത്. നമ്മളിപ്പോൾ ഇത്രയും നാൾ പ്രഗ്നൻസിക്ക് മുമ്പൊക്കെ നമ്മൾ ചിലപ്പോൾ 3 നേരം പിന്നെ ഒരു ചായ അങ്ങനെ ഒരു 4 നേരമായിട്ടായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. അത് ഇനി മുതൽ നമ്മളൊരു 5ഓ 6ഓ നേരമായിട്ട് കഴിക്കുക. നമ്മളൊരു 2 മണിക്കൂർ ഇടവിട്ട് കുറേശ്ശെ ഫുഡായിട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരമായിരിക്കും. കാരണം നമുക്ക് ആസിഡിറ്റി മുകളിലേക്ക് കയറി വരാണ്ട് ആസിഡ് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് നമുക്കതിനെ സഹായിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മസാലകളൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണവും പിന്നെ അതുപോലെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇനി അതങ്ങോട്ട് നല്ലപോലെ കുറയ്ക്കുക. ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, അതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ അങ്ങോട്ട് നല്ല രീതിയിൽ ഭക്ഷണങ്ങളുടെ അളവ് എന്ന് വെച്ചാൽ മസാലയുടെ കൂടുതലുള്ളതും കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കുക. പിന്നെ മെയിനായിട്ടൊരു കാര്യം നോക്കേണ്ടതുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ നേരെ ചെന്ന് കിടന്നുറങ്ങാതെ നമ്മൾ ചിലപ്പോൾ ടയേർഡായിരിക്കും, പക്ഷേ എങ്ങനെ പോയാലും ഒരു 15 മിനിറ്റെങ്കിലും മിനിമം നടക്കാനായിട്ട് ശ്രമിക്കുക. നടന്നതിന് ശേഷം മാത്രം നമ്മൾ കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 25ാമത്തെ ആഴ്ചയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. താങ്ക്